ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിലെത്തി. വിവിധ മേഖലകളിലെ സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും. ദേശീയപാതകളിൽ ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS അർനാല കമ്മീഷൻ ചെയ്തു. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ആക്രമണത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും സ്വകാര്യ മേഖലയുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തുന്നതിലൂടെയും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിവിധ സർവീസുകളിലെ പ്രൊബേഷണർമാരുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു ശ്രീമതി മുർമു. പൊതുസേവന രംഗത്ത് നല്ല ഭരണം, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവയ്ക്കായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിലെ സാഗ്രേബിലെത്തി. ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലങ്കോവ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ക്രൊയേഷ്യൻ പ്രസിഡന്റ് സൊറാൻ മിലോനോവിച്ചുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കുന്നത്. സൈപ്രസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലെത്തിയത്. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്കായി ഇന്ത്യ ഒരിക്കലും മൂന്നാം കക്ഷി സഹായം സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തുടങ്ങിയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഭീകരവാദ പ്രവർത്തനങ്ങളെ യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നും 35 മിനിറ്റ് നീണ്ടുനിന്ന സംഭാഷണത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. प्रधानमंत्री मोदी ने राष्ट्रपति ट्रंप को स्पष्ट रूप से कहा, कभी भी किसी भी स्तर पर भारत अमेरिका ट्रेड डील या अमेरिका द्वारा भारत और पाकिस्तान के बीच मध्यस्थता जैसे विषयों पर बात नहीं हुई थी. सैन्य कार्रवाई रोकने की बात सीधे भारत और पाकिस्तान के बीच दोनों सेनाओं की एग्जिस्टिंग चैनल्स के माध्यम से हुई थी और पाकिस्तान के ही आग्रह पर हुई थी. ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ടെഹ്റാനിലെ സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രവും 50-ലധികം വ്യോമസേനാ യുദ്ധവിമാനങ്ങളും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ആക്രമണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിച്ചു. US പിന്തുണയോടെ ഇറാനെതിരായി നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾക്കും സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും. UK വാണിജ്യ വ്യവസായ സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായി കേന്ദ്രമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലൂടെ സുഗമവും ചെലവ് കുറഞ്ഞതുമായ യാത്ര സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ. വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ 3000 രൂപയുടെ വാർഷിക പാസ് ലഭ്യമാകും. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 200 യാത്രകൾ വരെ പാസ് ഉപയോഗിക്കാം. രാജ്മാർഗ് യാത്ര ആപ്പ്, NHAIയുടെയും ഗതാഗത മന്ത്രാലയത്തിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവ വഴി പാസ് എടുക്കാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. ഇന്ത്യയുടെ ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS അർനാല നാവികസേനയുടെ ഭാഗമായി. വിശാഖപട്ടണത്ത് നടന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ അധ്യക്ഷനായിരുന്നു. നാവികസേനയുടെ ഭാഗമാകുന്ന 16 ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതാണ് അർനാല. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി കപ്പലിന്റെ 80% ഭാഗങ്ങളും തദ്ദേശീയമായാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഏകീകൃത പെൻഷൻ സംവിധാനത്തിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കഴിഞ്ഞ 11 വർഷത്തിൽ നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ തുല്യത കൊണ്ടുവരാനും എല്ലാ വിഭാഗം ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ 206 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 169 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയ
പൂർത്തിയായതായി അഹമ്മദാബാദ് സിവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചു. DNA സാമ്പിളുകളുടെ പരിശോധന ഏകദേശം പൂർത്തിയായതായും ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4-വരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. അനുമതി ലഭിച്ചതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കാനാകും. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവ സംയുക്തമായാണ് കരാറിൽ ഒപ്പിടുക. നിർമ്മാണ ഉദ്ഘാടനം ജൂലൈയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നാളെ. മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. വോട്ടെടുപ്പിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. LDF-ന്റെ M സ്വരാജ്, UDF-ന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA-യുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശുചിമുറികൾ അല്ലെന്ന് കേരള ഹൈക്കോടതി. പമ്പുകളിലെ ശൌചാലയങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും നിർബന്ധിക്കരുതെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഉപഭോക്താക്കളുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന സ്വകാര്യ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ നിർബന്ധിതരാകുന്നതായി പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും മറ്റ് 5 പെട്രോളിയം റീറ്റെയിലർമാരും സമർപ്പിച്ച ഹർജിയിൽ ആരോപിച്ചു. കേരളത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കാൻ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 30 വരെ നീളുന്ന ക്യാമ്പയിനിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മുക്ത പരിപാടികൾ ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാർഷിക ഗവേഷണം, വിപുലീകരണം, വികസനം എന്നിവയുടെ സംയോജനമാണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 13.4 കോടി കർഷകരെ നേരിട്ട് ഉൾപ്പെടുത്തിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. लेकिन अलग अलग काम कर रहे हैं, इनको अगर एक साथ जोड़ दिया जाए और तभी विचार मन में आया वन नेशन वन एग्रीकल्चर वन टीम, एक टीम बनाई जाए कि सब मिलकर एक दिशा में काम करें जिनमें किसान भी शामिल। और इसी विचार को लेकर हमने बनाया विकसित कृषि संकल्प अभियान. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ജൂൺ 21-ന് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. രാവിലെ 6:30 മുതൽ 7:40 വരെയായിരിക്കും പരിപാടികൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട 4 ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ആക്സിയം 4 ദൌത്യം ഈ മാസം 22-ലേക്ക് മാറ്റിവെച്ചു. അറ്റകുറ്റപ്പണിക്ക് ശേഷമുള്ള ഓർബിറ്റൽ ലാബിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായാണ് വിക്ഷേപണ തീയതി മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 139 പോയിന്റ് ഇടിഞ്ഞ് 81,445-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 24,812-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിലെത്തി. വിവിധ മേഖലകളിലെ സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കും. ദേശീയപാതകളിൽ ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS അർനാല കമ്മീഷൻ ചെയ്തു. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ആക്രമണത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.